ഇന്ന് നമ്മളെ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ദാണ്ടെ നീഡിലും ത്രെഡും ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതാണ്ട് ഇതുപോലെ നമ്മൾ എല്ലാ ഇതിലും പറയുന്ന പോലെ അടിയിൽ നിന്ന് സൂചി കുത്തി മേളിലോട്ട് എടുത്തിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആദ്യത്തെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതാണ്ട് ഇതുപോലെ കൊടുത്തു, താഴോട്ട് നമ്മൾ സൂചി കുത്തിയെടുത്തു. എന്നിട്ട് ഈ ത്രെഡ് കണ്ടോ, നമ്മൾ കുത്തിയെടുത്ത ആ ത്രെഡില്ലേ, അതായത് രണ്ടായിട്ട് ഭാഗിക്കുക. അതായത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എടുക്കുമെന്ന് പറയത്തില്ല, അതുപോലെ അതിനെ ഭാഗിച്ചെടുത്തിട്ട് ആ ത്രെഡിൻ്റെ ഇടയ്ക്ക് കൂടെ അതായത് ആ ത്രെഡിൻ്റെ അകത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മുന്നോട്ട് നമ്മൾ നീക്കി അടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിനെയാട്ടോ നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ഇല്ലേ, അതുപോലെ ബാക്കിലോട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ആ ത്രെഡിനകത്ത് കൂടെ നമ്മൾ നീഡിൽ കുത്തിയെടുത്ത് അടുത്ത സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ചെയിൻ സ്റ്റിച്ചൊക്കെ ഇല്ലേ, ഏകദേശം അതുപോലൊക്കെ തോന്നും നമുക്കിത് ചെയ്ത് വരുമ്പം. ഇത് കണ്ടോ, ആ ഒരു രീതിയിലൊക്കെ ഇരിക്കും ഏകദേശം. ഇത് ചെയിൻ സ്റ്റിച്ച് അല്ലാതെ നമ്മൾ ത്രെഡ് കോർത്തെടുത്ത് നീഡിലിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് ഇട്ടൊക്കെ ലോക്ക് ഇട്ട് എടുക്കുന്ന പോലെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പം നമ്മൾ ചെയ്ത ആ ത്രെഡിനകത്തൂടെ തന്നെ നമ്മൾ കുത്തിയെടുത്ത് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ.